തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു വലിയ വിഷയം MLA ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓഫീസ് മുറിയെക്കുറിച്ചുള്ളതാണ്. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന്റെ ഓഫീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ ഒരു മുറിയിലാണ്. കോർപ്പറേഷനിൽ LDF ഭരണം ഉണ്ടായിരുന്ന സമയത്ത് കയറിക്കൂടിയതാണ് LDF MLA ആയ VK പ്രശാന്ത്. എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം നടത്തുന്നത് BJP ആണ്. ജനങ്ങൾക്ക് സേവനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അവരുടെ ഓഫീസ് സൗകര്യം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി മുൻ DGPയും ഇപ്പോഴത്തെ കോർപ്പറേഷൻ കൗൺസിലറുമായ R ശ്രീലേഖ MLAയോട് ഓഫീസ് മാറിത്തരണം എന്ന് വളരെ വിനയത്തോടെ, അതും പെട്ടെന്ന് വേണ്ട, സാവകാശം മതി എന്നാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ ഇപ്പോൾ മാറാൻ കഴിയില്ല എന്നാണ് MLA പ്രശാന്തിൻ്റെ മറുപടി. ഇവിടെ കോർപ്പറേഷനിലെ മറ്റൊരു കോൺഗ്രസിൻ്റെ കൗൺസിലറും മുൻ MLAയുമായ ശബരിനാഥ് ഈ വിഷയത്തിൽ പ്രതികരിച്ചു. കേരളത്തിലെ ഭൂരിഭാഗം MLAമാരുടെയും ഓഫീസ് സ്വന്തം മണ്ഡലത്തിലെ വാടക കെട്ടിടത്തിലാണ്. താനും അങ്ങനെ തന്നെയാണ്. ജനപ്രതിനിധി ആയിരുന്നപ്പോൾ ആര്യനാട് ഒരു വാടക മുറിയിൽ മാസവാടക കൊടുത്ത് പ്രവർത്തിച്ചു എന്നാണ്. മാത്രമല്ല, ശബരിനാഥ് പറയുന്ന മറ്റൊരു കാര്യം, നിയമസഭയുടെ MLA ഹോസ്റ്റൽ പ്രശാന്ത് MLA പ്രതിനിധാനം ചെയ്യുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ്. നല്ല മുറികളും കമ്പ്യൂട്ടർ സജ്ജീകരണവും കാർ പാർക്കിങ്ങും എല്ലാ സൗകര്യവും ഉള്ളതാണ് നഗരത്തിൻ്റെ ഹൃദയത്തിലുള്ള ഹോസ്റ്റൽ. MLA ഹോസ്റ്റലിലെ നിള ബ്ലോക്കിൽ 31, 32 നമ്പറിൽ ഒന്നാന്തരം 2 ഓഫീസ് മുറികൾ പ്രശാന്ത് MLAയുടെ പേരിൽ അനുവദിച്ചിട്ടുണ്ട്. ഇത്രയും സൗകര്യങ്ങളുള്ള MLA ഹോസ്റ്റൽ സർക്കാർ സൗജന്യമായി നൽകുമ്പോൾ അത് ഉപേക്ഷിച്ച് എന്തിനാണ് ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ മുറിയിൽ ഇരിക്കുന്നത് എന്നാണ് ശബരിനാഥ് ചോദിക്കുന്നത്. ഇതിന് VK പ്രശാന്ത് MLA മറുപടി പറഞ്ഞത്, KS ശബരിനാഥിന്റെ കൊമ്പത്തുള്ളവർ പറഞ്ഞാലും താൻ കേൾക്കില്ല എന്നാണ്. ഇത്ര ധിക്കാരപരമായിട്ടാണോ ഒരു MLA പ്രതികരിക്കേണ്ടത്?